നമസ്കാരം. പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമം. ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസാണ് അട്ടിമറിക്കാൻ ശ്രമം നടന്നതെന്ന് ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഒത്തുതീർപ്പിനായി പ്രതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിലെത്തിയിരുന്നു. ഒന്നാം പ്രതി നൌഷാദും രണ്ടാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് സ്വാധീനിക്കാനോ ഒത്തുതീർപ്പാക്കാനോ ശ്രമിച്ചുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ പീഡനത്തിനിരയായ പെൺകുട്ടി കടുത്ത നിലപാട് എടുത്തതോടെ ഒത്തുതീർപ്പ് ശ്രമം പാളുകയായിരുന്നു. എന്നിട്ടും 10 ദിവസം കഴിഞ്ഞാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലീസിന് റിപ്പോർട്ട് കൈമാറിയതെന്നും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ കേസിൽ കോന്നി ഡിവൈഎസ്പിയെയും CAയെയും സസ്പെൻഡ് ചെയ്തുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിലാണ് ഈ ഗൗരവമായ കണ്ടെത്തലുകൾ പരാമർശിക്കുന്നത്. ഒന്നാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാണ് ഇത് കണ്ടെത്തിയത്. കേസിന്റെ തുടക്കത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതിനാണ് വകുപ്പ് തല അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പിയെയും CAയെയും സസ്പെൻഡ് ചെയ്തത്. കോന്നിയിൽ മാതാപിതാക്കളുടെ വിവാഹമോചന കേസ് വാദിക്കാനെത്തിയ അഭിഭാഷകനാണ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പെൺകുട്ടിയുടെ പിതാവ് അഭിഭാഷകനെതിരെ പത്തനംതിട്ട പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത്. പെൻഡ്രൈവ് തെളിവും ഓഡിയോ ക്ലിപ്പും അടക്കം കൈമാറുകയും ചെയ്തു. പിന്നീട് SP ഈ പരാതി കോന്നി പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ പരാതി വ്യാജമാണെന്ന് പറഞ്ഞ് കോന്നി പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഡിസംബറിൽ പെൺകുട്ടി ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പരാതി അറിയിച്ചിരുന്നു. തുടർന്നാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ അഭിഭാഷകൻ ഒളിവിൽ പോവുകയും ചെയ്തു. കോന്നി DYSP T രാജപ്പനെയും SHO ശ്രീജിത്തിനെയും കേസിന്റെ തുടക്കത്തിലെ തന്നെ വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് കോന്നി പോലീസിന് കൈമാറിയ കേസിൽ ആറന്മുള പോലീസും പ്രതിക്ക് സഹായമേകുന്ന രീതിയിലാണ് നടപടികൾ സ്വീകരിച്ചത്. മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞിട്ട് പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചതുമില്ല. ഇതിനിടെ പ്രതി ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ അഭിഭാഷക വൃത്തിക്ക് പോലും കളങ്കമാണ് നൌഷാദ് എന്ന രൂക്ഷ വിമർശനമാണ് കോടതി ഉയർത്തിയത്. തുടർന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്.